ആരാധനയിലേക്ക് നമ്മളെ ക്ഷണിച്ചതിന് ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും ദൈവമാതാവിൻ്റെ വലിയ മധ്യസ്ഥതയാൽ ഒത്തിരിയേറെ മക്കൾക്കാണ് വലിയ വലിയ ദൈവാനുഭവങ്ങൾ ലഭിച്ചുകൊണ്ട് അവർ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി ദൈവമഹത്വം കരയേറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള വിഷയങ്ങളെക്കാൾ അപ്പുറത്ത് പരിശുദ്ധ അമ്മ നമുക്കെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളൊരു ഉറപ്പ് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങളും ഭാരങ്ങളും എല്ലാം ഹെബ്രായർ തിരുവചനം അനുസരിച്ച് ഈ അൾത്താരയിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. ഒപ്പം തന്നെ ദൈവസ്നേഹ ബുദ്ധിയ നമ്മളെക്കാളൊക്കെ ഒത്തിരിയേറെ വിഷമതകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സഹോദരങ്ങൾ ലോകം മുഴുവനുമുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് മരിയൻ ഉടമ്പടിയെടുത്ത 5 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെ ഒരു നിമിഷം നമുക്ക് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അന്ധനായി ജനിച്ചത്. ഈശോയുടെ മഹത്വം പ്രകടമാക്കാനുള്ള ഒരു അടയാളം, ഒരു മാധ്യമമായിട്ടാണ് ആ മകനെ ഈശോ തുറന്നു കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കുറവുകളും ഈശോ അത് നിറവുകളാക്കി ദൈവ മഹത്വമാക്കി രൂപാന്തരപ്പെടുത്താനുള്ളതാണ് എന്നുള്ളൊരു വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈശോ പറയുന്ന പ്രകാരമാണ്, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം ചേർത്ത് നൽകപ്പെടും. നിത്യതയെക്കുറിച്ചുള്ള വലിയ ആഴമായ ഉൾക്കാഴ്ച ഈ ആരാധനയിലൂടെ നമുക്ക് ഓരോരുത്തരും നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ദൈവമാതാവിൻ്റെ മധ്യസ്ഥം പ്രത്യേകമായിട്ട് നമുക്ക് ഈ നിമിഷം യാചിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന മേഖലകളെ അച്ഛൻ്റെ വചന വിചിന്തനത്തിലൂടെ പ്രബോധനങ്ങളിലൂടെ വെളിപ്പെട്ട് കിട്ടുവാനും അത് കേൾക്കുന്ന നമ്മളിൽ വലിയ ആന്തരിക ചലനങ്ങളുണ്ടായി ഈശോയുടെ വചനം സ്വീകരിക്കാനുള്ള വലിയ തുറവിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്ന സഹോദരങ്ങൾ, ഗാന ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരങ്ങൾ, മീഡിയയിലായിരിക്കുന്ന സഹോദരങ്ങൾ, ക്യാമറ കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ, സൗണ്ട് കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ എല്ലാവരെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് ഈ ധ്യാനം ഏതെല്ലാം സമയം കൂടുന്നുവോ അവർക്കെല്ലാം വലിയ വലിയ ദൈവാനുഭവങ്ങൾ ഉണ്ടാകുവാനും ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ഇരുകരങ്ങളെയും ഉയർത്തി ശക്തമായി ദിവ്യകാരുടെ നാഥനെ വരവേറ്റുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. സങ്കേതം നീയുടെ കോട്ടയും നീയുടെ പ്രാണനാഥൻ നീയുടെ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധി ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, യേശുവേ, ആരാധന. പൂർണ്ണ ഹൃദയമോടെ നിന്റെ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവ്വവും അടിയേറാ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ നമുക്ക് മൗനമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വലിയ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി ഭരമേൽപ്പിക്കാം.
അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ തരുവാൻ കനിയണമേ. ആമേൻ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവസ്നേഹത്തോടെ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഒന്ന് ചേർന്ന് ഏറ്റുപാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറക്കെ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട വിശുദ്ധ ജോസഫിനെ പ്രത്യേകമായിട്ട് ഞങ്ങൾ താരയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, വലിയ വചന വെളിപാടുകൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വചനത്തിലൂടെ വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം, ആരാധന. കാലുകളേറെ ദൂരെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ ദിനമുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിടവന്നില്ല. കൈകളുയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ ആൾത്താരെ ഈ സമയത്ത് പകർന്നു നൽകിയ ആ ദൈവസ്നേഹത്തിൻ്റെ ഒരു ഉൾച്ചൂട്, ആ ചൂടോടുകൂടി നിങ്ങൾ ജീവിക്കാൻ തീരുമാനമെടുക്കുക. ആ സ്നേഹത്തിലും ആ വിശ്വാസത്തിലും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഉടമ്പടിയിലൂടെ ഉയർകൊള്ളുന്ന ഒരു വലിയ വിശ്വാസ സാക്ഷി ജീവിതത്തിൻ്റെ ജീവിത പങ്കാളിയായി മാറാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ശിരസിൽ കൈവച്ചു, രണ്ട് കൈകളും ശിരസിൽ കൈവച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി കൈനീട്ടി പ്രാർത്ഥിച്ച് ഓരോ വിഷയത്തിനു മേലും ദൈവികമായ ശക്തി ഇറങ്ങിക്കൊണ്ട് നിങ്ങളുടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ ദൈവം കൃപയാൽ തണുപ്പിക്കുന്ന അതേ ദൈവസ്നേഹത്താൽ നിങ്ങളെ അഭിഷേകം ചെയ്യുന്ന വലിയ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവിന് ഗാനം ആലപിക്കട്ടെ. ഹല്ലേലൂയ. കൈകളെടുക്കുക. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകത്തിലേക്ക് വരാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവായോട് നടത്തിയിടുന്നു ബലഹീനതയിൽ ബലമേകി
ബലവാനായും നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കൈകളെ ശിരസിൽ കൈവച്ചുകൊണ്ട് അതിശക്തമായ ആത്മാവിന്റെ നിറവിനായിട്ട് പ്രാർത്ഥിക്കട്ടെ. സ്തുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ കർത്താവായ യേശുവേ, നിന്റെ ദാനവും ശക്തിയുമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ മക്കളെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ രക്തം ഉച്ച മുതലേ ഉള്ളംകാല് വരെ നിറയട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും രക്തഞരമ്പുകളിലും അസ്ഥിക്കുഴകളിലും ഓരോ സൂക്ഷ്മ ഞരമ്പുകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. സിസ്റ്റുകളെ മുഴകൾ കർത്താവെ തകർന്നിട്ടുള്ള എല്ലാവിധ ഡാമേജ് ആയിട്ടുള്ള ശാരീരികമായ ആന്തരിക അവസ്ഥകൾ, കർത്താവ് ത്വക്ക് രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, കർത്താവേ ഹൃദയ രോഗങ്ങൾ, മസ്തിഷ്കത്തിൻ്റെ രോഗങ്ങൾ, സ്പൊണ്ടിലോസിസ് അസുഖങ്ങൾ, കർത്താവ് പിസിയുടെ അസുഖങ്ങൾ, നടുവേദനകൾ, കിഡ്നി അസുഖങ്ങൾ, ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിലിൻ്റെ അസുഖങ്ങൾ കർത്താവെ സ്പർശിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിയുടെ മക്കളെ, സ്തുതിയുടെ മക്കളെ, കർത്താവ് സ്തുതിയുടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഈ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ.
സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈയെടുത്തുള്ള ജോലി, വീട്, വിവാഹം, വഴികൾ, പിന്നെ അതുപോലെ കേസുകൾ മാറാൻ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, രേഖകൾ ലഭിക്കാനുള്ള തടസ്സങ്ങൾ, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, യാത്ര, ജപ്തി, ലോണ്, കുടുംബത്തകർച്ച, സമാധാനമില്ലാത്ത അവസ്ഥ, മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ, ജോലിയിൽ നിന്നുള്ള വീഴ്ച, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ, എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയായി കർത്താവ് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷമതകളിൽ വേദനിക്കുന്ന എല്ലാവരുടെയും വേദനകളെ യേശുവിൻ്റെ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. കുട്ടനിക്കുക, അച്ഛൻ അഡ്രസ്സ് ചെയ്യാത്ത വിഷയങ്ങൾ, അച്ഛൻ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാത്ത വിഷയങ്ങൾ, നിങ്ങളുടെ സ്വകാര്യ വിഷയങ്ങൾ, എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക മൗനമായി. മുട്ടുന്ന ആശീർവാദം സ്വീകരിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹത്താൽ പ്രവർത്തന നിരതമാകുന്ന വിശ്വാസത്താൽ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ ആവേ ആവേ